ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇനി മെയിൻ എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അതിലുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടി കുറേ ദിവസങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മെയിൻ എക്സാമിന് വേണ്ടി കുറച്ച് റിവിഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് മാത്സിന്റെ കുറച്ച് റിവിഷൻ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധാരണ ഞാൻ ചിലപ്പോൾ PYQs ഒക്കെ ചെയ്തു നോക്കാറുണ്ട് ആ ചാപ്റ്റേഴ്സിന്റെ. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ടാണ് ആ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത്. പിന്നെ PYQs ഒക്കെ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് തന്നെ കുറച്ച് പേപ്പർ ഒക്കെ എടുത്തിട്ട് ഞാൻ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്ന ഈ പേപ്പർ അല്ല, എന്റെ പഴയ ബുക്കൊക്കെ ഉണ്ട്. അതിന്റെ അവസാനമായിട്ട് 1-2 പേപ്പറൊക്കെ കാണത്തുള്ളൂ. അപ്പൊ അതൊക്കെ എടുത്താണ് ഞാൻ എഴുതി പഠിക്കുന്നത്. അങ്ങനെ വെളിയിൽ കുറച്ച് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് PYQs ഒക്കെ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ചെയ്തു പൊക്കോണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആയപ്പോഴേക്കും വെളിയിലോട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നിട്ട് ഫ്രിഡ്ജിലാണെങ്കിൽ ബിസ്ക്കറ്റ് ഇരിക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് അങ്ങ് കഴിച്ചു. എനിക്ക് തോന്നുന്നത് പഠിത്തം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടു. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അങ്ങനെ ആ ചാപ്റ്റർ ഒക്കെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് ഓരോ ചാപ്റ്ററും എല്ലാ വിഷയത്തിന്റെയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തൊട്ടുപോലും നോക്കാത്ത ഒരു സബ്ജക്ട് അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, കെമിസ്ട്രി. അപ്പൊ ആ വിഷയം ഇനി ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഇനി അതൊക്കെ പഠിച്ചെടുക്കാൻ ഇനി സമയം ഉണ്ടെങ്കിലും ഒരുപാട് സമയമില്ല, കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, വൈകിട്ട് പഠിക്കാം, എന്തൊക്കെയാ. അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് ഇനി നമുക്ക് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പഠിക്കുക. അങ്ങനെ അപ്പൊ പറഞ്ഞു ഏതൊക്കെയോ മരത്തിന്റെ മുകളിലൊക്കെ ഞാൻ പിടിച്ച് വലിഞ്ഞു കയറിയിട്ടൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഞാനാണെങ്കിൽ വേറെ ചാപ്റ്റർ എടുത്ത് റിവിഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമതെടുത്ത ചാപ്റ്റർ ഞാനാണെങ്കിൽ റിവിഷൻ ചെയ്ത് ഏകദേശം തീർത്തോണ്ടിരുന്നപ്പോഴേക്കും പിന്നെയും ബോറടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ കാണുന്നത് എന്റെ ആക്രി കോപ്രായങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്ന് ഞാൻ പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ ഞാൻ 2 അപ്പവും എടുത്ത് ഒരുപാട് കടലക്കറി എടുത്ത് അതിന്റെ മണ്ടയിലോട്ട് ഒഴിച്ചു. പിന്നെ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് ഫോണൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നമുക്ക് പഠിക്കണമെങ്കിൽ ഇച്ചിരി എനർജി ഒക്കെ വേണമല്ലോ. എനർജിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഫുഡ് കഴി മാത്രമല്ല ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരോടെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോയിട്ടാണെങ്കിൽ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ ഉണ്ടായിരുന്നു. കെമിസ്ട്രിയുടെ മാനുവൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങണമായിരുന്നു. റെക്കോർഡൊക്കെ എഴുതാൻ വേണ്ടി എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ അതിനെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാ വിഷയത്തിന്റെ റിവിഷൻ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണോ അല്ലെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.